السلام عليك يا شهر رمضان. ഓരോ പള്ളിയുടെ മിമ്പറിൽ നിന്നും പള്ളിയിലെ ഖത്തീബുമാര് വിളിച്ചു പറയുമ്പോൾ, അതാ സലാം കേൾക്കുമ്പോൾ ഓരോ ഹൃദയങ്ങളും വിങ്ങുകയാണ്, കണ്ണീരൊലിക്കുകയാണ്. ഹൃദയങ്ങൾ വിങ്ങി വിങ്ങി ഇനിയൊരു റമളാനിൽ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള തോന്നൽ ഹൃദയങ്ങളിൽ വന്നുപോയി. പക്ഷേ അത് മുഅ്മിനിന്റെ ഹൃദയങ്ങളിൽ മാത്രമാണ് സംഭവിക്കാറുള്ളത്. പലരും കാണുന്ന രൂപത്തിൽ അതാ എല്ലാവരുടെ മുമ്പിൽ അതാ പരസ്യമായ ഭക്ഷണം കഴിച്ച്, പാനീയങ്ങൾ കുടിച്ച്, കള്ളു കുടിച്ച്, എല്ലാ തെറ്റുകളും പരിശുദ്ധമായ റമളാന് എല്ലാവരും കാണവേ ഞാൻ ചെയ്യും, എന്നോട് ആര് ചോദിക്കാനുണ്ടെന്നുള്ള ധിക്കാര മനോഭാവത്തോടെ ചെയ്തവൻ ചിന്തിക്കേണ്ടത്, മോനെ നാളെ ഒരു വേള നീ ഖബറിൽ പോകേണ്ടവനാണ്, നാളെ നീ ഖബറിൽ പോകേണ്ടവനാണ്. പരിശുദ്ധ റമളാൻ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ സാക്ഷി നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. റമളാനിൽ ചെയ്ത നന്മകൾ ബാത്തിലാക്കുന്ന, സാധുവാക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തികൾ പിന്നെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യാൻ പാടില്ല. റമളാനിൽ നീ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്ത് നല്ല രൂപത്തിൽ നല്ല നല്ല അമലുകൾ ചെയ്ത് മുമ്പോട്ട് പോയത്, അതുപോലെ വരുന്ന മാസങ്ങളിലും അങ്ങനെ പോകുക. ചെയ്ത നന്മകളിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. ഞാൻ എല്ലാ തറാവീഹും മുടങ്ങാതെ നിസ്കരിച്ചവനാണ്, ഞാൻ എല്ലാ നോമ്പും പിടിച്ചവനാണ്, എല്ലാ ജമാഅത്തിനും ഞാൻ പള്ളിയിൽ പോയവനാണ്, ഈ റമളാനിൽ കുറച്ച് അമലേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഒരുപാട് ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, എനിക്ക് ഒരുപാട് കുറവുകൾ, ഇബാദത്തുകളിൽ കുറവുകൾ സംഭവിച്ചു എന്നുള്ള ഖേദം വരുന്നതെന്നല്ലാതെ അതേ ചെയ്ത നന്മകൾ ഞാൻ ഒരുപാട് ചെയ്തു എന്ന് അവിടെ അഹങ്കാരം പൊങ്ങച്ചം കാണിച്ചു നടക്കലല്ല. ഭയഭക്തിയോടെ ഇരിക്കുക. ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ആത്മീയ ചിന്ത പുലർത്തണം. നമ്മൾ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിച്ചോ ഇല്ല എന്നുള്ള അതിനെക്കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ ചെയ്ത അമലുകൾ മുഴുവനും നീ സ്വീകരിക്കണേ നാഥാ,